എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ താമരയുടെ ട്യൂബറും റണ്ണറും നടുന്ന രീതിയെപ്പറ്റി പരിചയപ്പെടുത്തുകയാണ്. വീഡിയോ ഇടുന്നത് ട്യൂബറും റണ്ണറും നടാൻ അറിയാത്തവരുണ്ട്. ഇതിന് അരിയാണോ തയ്യാണോ നടുന്നതെന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് അവർക്ക് വേണ്ടിയാണ്. അറിയാത്തവരും ഉണ്ട്, അറിയുന്നവരും ഉണ്ട്. താമര നടുന്ന രീതി ഇതുപോലൊരു ബേസൻ. ഈ ബേസൻ സാധാരണ എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടും. 100 രൂപ 120 രൂപ കൊടുത്താൽ മതി. ഇതുപോലൊരു പാത്രത്തിൽ അതിൻ്റെ കൂട്ടുകളെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ഇതുപോലൊരു ചെറിയ ചടിച്ചട്ടി. ഈ ചെടിച്ചട്ടിയിൽ ഒരു ചട്ടി ഉണക്കച്ചാണകം പൊടിഞ്ഞത്. ഉണക്കച്ചാണകം ഇല്ലാത്തവരാണെങ്കിൽ ആട്ടും കാഷ്ടം പൊടിച്ചതായാലും മതി. ഇത് ആദ്യമായി ചട്ടിയിലിടുക. ഇട്ട് നല്ലതുപോലെ കട്ട പൊടിക്കണം. കട്ടയെല്ലാം പൊടിച്ചതിന് ശേഷം ഒരു പിടി എല്ല് പൊടി. എനിക്കൊരു പിടി മതി. അതിന് ഇത്ര ഒരു തബീൽ ഞാൻ എടുക്കുന്നത്. അതെ. ഇനി ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക്. അത് ഇതിനകത്ത് കീടങ്ങളും മറ്റുള്ള എല്ലാം ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ സാധാരണ ഒരു ബക്കറ്റിന് 3/4 ബക്കറ്റിൽ കൂടുതലുണ്ട്. ഇത് ചെളിയും കരമണ്ണും കൂടെ. ഇത് ചാണകപ്പൊടിയുടെയും മണ്ണിൻ്റെയും മുകളിലിടുക. ഇതിൽ ശകലം വെള്ളം ഒഴിച്ച് എന്നിട്ട് ഇങ്ങനൊരു ചെളിപ്പരുവാക്കി കൈക്ക് ചെളിയും മണ്ണും ഇങ്ങനെ ഉറപ്പിച്ച് വയ്ക്കുക. അടിയിൽ നിന്ന് ചാണകവും എല്ലുപൊടിയൊന്നും പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് കാവേരി എന്ന് പറയുന്ന താമരയുടെ ട്യൂബറാണ്. ഈ ട്യൂബർ എടുത്ത് വെള്ളത്തിലിട്ടിട്ട് ഒരാഴ്ചയായതാണ്. അതിൽ കിടന്ന ഇലയും എല്ലാം വന്ന് ഒരു പങ്കസൈഡിൽ, ഏതെങ്കിലും ഒരു പങ്കസൈഡിൽ വേണം ഇട്ട് വെക്കേണ്ടത്. ഇനി നടാൻ പോവുകയാണ്. നമ്മൾ ഈ ചെളിയും വളവും എല്ലാം ഇട്ട് അതിൻ്റെ സൈഡിൽ ഈ ട്യൂബർ ഇരിക്കത്തക്ക രീതിയിൽ ഒരു ചെറിയ ചാല് പോലെ എടുക്കണം. ഈ അരുവാരം ചേർത്ത് വയ്ക്കണം. വെച്ചാൽ ഇത് കിളിച്ച് പോകുന്നത് റൗണ്ടിലാണ്. ഇങ്ങനെ റൗണ്ടായിട്ട് ഇത് കിളിച്ച് ഇത് വരുന്നത്. എന്നിട്ട് മെല്ലെ അതിൻ്റെ ഗ്രോത്ത് ഇപ്പോൾ ഒന്നും ഒടിയാതെ ഇതിൻ്റെ മുകളിൽ ഒരു കവർ വയ്ക്കണം. കവർ വെച്ചിട്ട് അതിലോട്ട് ഓസ് പിടിച്ചു കൊടുക്കണം, വെള്ളം ഒഴിക്കണം. കാരണം അല്ലെങ്കിൽ ചെളിയിൽ കുത്തനെ ഒഴിച്ചു കഴിഞ്ഞാൽ ചെളി ഇളകിയിട്ട് ട്യൂബർ പൊന്തി വരും. പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് പിങ്കൈഡ് എന്ന് പറയുന്ന താമരയുടെ റണ്ണറാണ്. കൂട്ടെല്ലാം ആദ്യം ട്യൂബർ നടാൻ എടുത്തതുപോലെ തന്നെ ചേരുവകളല്ല. ഇത് നടുന്ന രീതി സൈഡിൽ ചെറിയ ചാല് പോലെ എടുത്ത് ഗ്രോത്തിപ്പൊന്നും ഒടിയരുത് വെച്ച് ഈ ഗ്രോത്തിപ്പം ചെളിയുടെ അടിയിൽ പോകാൻ പാടില്ല. അത് മുകളിൽ തന്നെ ഇരിക്കണം.
അതല്ല ഇനി റണ്ണറിന് വെള്ളം ഇച്ചിരി കൂടുതൽ ഒഴിക്കണം. റണ്ണറിൻ്റെ ഇലകളൊക്കെ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ ഒഴിക്കണം. ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് 14/1/2025. ഇതിൻ്റെ റിസൾട്ട് 20/1/2025. ഇതെന്തായെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ താഴത്തെ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ബൈ.